ഹലോ, ഇതെവിടെ അയച്ചു നമ്മൾ? അങ്ങനെ ഇന്ന് ഞങ്ങൾ എൻ്റെ അമ്മ വീട്ടിലോട്ട് പോകുന്ന വഴിയാണേ. ആ വഴി ഞാൻ കാണിച്ചു തരാമേ. സൂപ്പർ വഴി. നമ്മുടെ കിഷ്കിന്ധ കണ്ട സിനിമയില്ലേ, ആ സിനിമയിൽ ആ വീട് ഇരിക്കുന്ന പോലെയാണേ. കാട്ടിലൂടെ സഞ്ചരിച്ച് കുറേ പോകുമ്പോഴത്തേക്ക് വീടെത്തും. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡുള്ള സ്ഥലമാണേ. ഞങ്ങളുടെ വണ്ടിക്ക് തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് പതുക്കെയാണ് പോയത്. ഏതെങ്കിലും ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ തീർന്നു. അവിടെ തിരിക്കാനൊന്നും ഒരു സ്ഥലവുമില്ല. ഭയങ്കര കാട് പിടിച്ചിരിക്കുന്ന ഒരു ഏരിയ. സൂപ്പർ വഴിയാണേ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല ശുദ്ധമായ വായുവും നല്ല ചീവീടുകളുടെ ഒച്ചയും ഒക്കെ കേട്ട് വളരെ ശാന്തമായി പീസ്ഫുൾ ഒരു ഏരിയ ആണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കുഴിയൊക്കെ ഉള്ള റോഡാണ്. അപ്പം ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ അടിയൊക്കെ തട്ടി ഒരഞ്ഞ് പ്രശ്നമാകും. പിന്നെ ആ കാട്ടിൽ നിന്ന് നേരെ വരുന്നത് ഒരു നല്ല ഓപ്പൺ സ്പേസ് ഉള്ള ഏരിയ ആണ്. ഇവിടെ ആൾ താമസമൊക്കെ ഉള്ള ഏരിയ ആണ്. ഇച്ചിരി കൂടെ പോയാൽ അമ്മ വീടായി. മഴയൊക്കെ പെയ്ത ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓഫ് റോഡുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഓടിച്ച് നമ്മുടെ അമ്മ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മ വീട്. ഒരു കാലത്ത് ഇവിടെ വരാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. എപ്പോഴും വെക്കേഷൻ ആകുമ്പോൾ ഓടി ഇവിടെ എത്തുമായിരുന്നു. സ്വർഗമായിരുന്നു. അപ്പച്ചൻ്റെ ഓർമ്മകളാണ് ഇവിടെ വരുന്നത്. അതെ, അനിയൻ്റെ വണ്ടി, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അനിയൻ്റെ സൈക്കിൾ. ഞങ്ങൾ പക്ഷേ വണ്ടി വരെ കണ്ടിരുന്നത് ബസ്സായിട്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. ഇത് ആട്ടിൻകൂടാണേ. ഇതാണ് അമ്മ വീട്. ഞാനും ചേട്ടനും അനിയന്മാരും അനിയത്തിയും എല്ലാം ഓടിക്കളിച്ച നടന്ന ഞങ്ങളുടെ അമ്മ വീട്. ഈ മുറ്റമായിരുന്നു ഞങ്ങളുടെ ക്രിക്കറ്റ് പിച്ചൊക്കെ. ഇതാണ് അമ്മയും അപ്പച്ചനും. ഇതായിരുന്നു ഞങ്ങളുടെ മുറി. കണ്ടോ വിരാട് കോഹ്ലി. നമ്മുടെ കിഷ്കിന്ധ കാണുന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ഓർമ്മ വന്നേ. ഇത് ഞങ്ങളുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടായിരുന്നേ. മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അത്യാവശ്യം ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മഴ പെയ്ത ഈ വഴി വരാൻ വളരെ ടാസ്ക്കാണേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് അമ്മച്ചിയുടെയും അമ്മയുടെയും കൂടെ ആഹാരമൊക്കെ കഴിച്ച് വിട വാങ്ങുവാണേ. ഓക്കെ, ബൈ.